ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം F11 ഫീച്ചറിനകത്ത്, അതായത് F3 അത് നമ്മളെപ്പോഴും ഗേറ്റ് വേ ഓഫ് ടാലയിൽ നിന്നുകൊണ്ട് വേണം F11 പ്രസ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ. ഈ F11 ഫീച്ചറിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്താണ് നമ്മൾ സെറ്റ് എനേബിൾ ദ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും എനേബിൾ ദ ഓപ്ഷൻ സെറ്റ് ഓർ ഓൾട്ടർ TDS ഡീറ്റെയിൽസ്. അപ്പൊ ഇതിനകത്ത് ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. TDS എന്ന് പറയുന്ന ഭാഗം നോക്കി എസ് ആക്കി കൊടുത്താൽ മതി. പക്ഷെ തിയറിയിൽ എഴുതുമ്പം ഇത് നമുക്ക് നോക്കി എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇത് ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ആ സെന്റൻസ് നന്നായിട്ട് കാണാതെ പഠിച്ചോണം. സെറ്റ് എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും എനേബിൾ ദ ഓപ്ഷൻ സെറ്റ് ഓർ ഓൾട്ടർ TDS ഡീറ്റെയിൽസ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടാലിയിൽ F11 ഫീച്ചറിനകത്ത് എസ് ആക്കി കൊടുത്താലാണ് ടാലിയിൽ നമുക്ക് TDS ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അത് എസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു രജിസ്ട്രേഷൻ ടാൻ നമ്പറും അക്കൗണ്ട് നമ്പറും നമ്മളിത് എസ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കയറി വരും. ഒരു രജിസ്ട്രേഷൻ ടാൻ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ടാൻ നമ്പർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ടാക്സിന്റെ അക്കൗണ്ട് നമ്പറാണ്. അതായത് നമ്മൾ GSTയുടെ പ്രകാരമാണെങ്കിൽ GST ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ GST എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ TDSന് വേണ്ടിയും ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പേ ചെയ്യുന്ന ടാക്സ് നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ പ്രസ് ഓൾട്ട് F2, ഓൾട്ട് അല്ല, വെറും F2, F12 കോൺഫിഗറേഷൻ, F2 അല്ല കേട്ടോ, F12 കോൺഫിഗറേഷൻ. ആദ്യം നമ്മൾ F11 ഫീച്ചർ ആയിരുന്നു. ദെൻ F12 കോൺഫിഗറേഷനകത്തും രണ്ട് കാര്യങ്ങൾ എസ് ആക്കി കൊടുക്കാനുണ്ട്. അത് ഷോ ഓൾ ഡിഡക്റ്റർ ടൈപ്സും എനേബിൾ സർചാർജ് ആൻഡ് ലെസ് ഡീറ്റെയിൽസ് ഓഫ് TDSഉം. ഷോ ഓൾ ഡിഡക്റ്റർ ടൈപ്സ് അത് എസ് ആക്കി കൊടുക്കണം. എനേബിൾ സർചാർജ് ആൻഡ് ലെസ് ഡീറ്റെയിൽസ് ഫോർ TDS. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ F12 കോൺഫിഗറേഷനകത്ത് എസ് ആക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഈ തിയറി ഒക്കെ ചോദിക്കുമ്പം നിങ്ങൾക്ക് മാർക്ക് മെയിൻ ആയിട്ട് തരുന്നത് ഈ കാര്യങ്ങൾക്കായിരിക്കും കേട്ടോ. നമ്മൾ TDS ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി F11 രണ്ട് കാര്യം എസ് ആക്കി കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ F12 കോൺഫിഗറേഷനകത്തും ഷോ ഓൾ ഡിഡക്റ്റർ ടൈപ്സും എനേബിൾ സർചാർജ് ആൻഡ് സെസ് ഡീറ്റെയിൽസ് ഫോർ TDS, ഈ രണ്ട് കാര്യങ്ങൾ F12 കോൺഫിഗറേഷനകത്തും എസ് ആക്കി കൊടുക്കണം. അത് മെയിൻ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ദെൻ പ്രൊവൈഡ് സർചാർജ് ആൻഡ് സെസ് ഡീറ്റെയിൽസ് എസ് ആക്കി കൊടുത്തു. ദെൻ അതിനകത്ത് നമുക്ക് വീണ്ടും നമ്മൾ ഇതൊക്കെ എസ് ആക്കി കൊടുക്കുമ്പം നമുക്ക് വീണ്ടും ഓരോ ഡയലോഗ് ബോക്സുകൾ കയറി വരും. അതിനകത്ത് ചെയ്യുമ്പം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാനുണ്ട്, ഡിഡക്റ്റീഡ് സ്റ്റാറ്റസ് കൊടുക്കാനുണ്ട്, ആപ്ലിക്കബിൾ ഡേറ്റ്. അത് ചെയ്ത് കാട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതെല്ലാം സ്ക്രീനിൽ കയറി വരുന്ന കേട്ടോ. ഓട്ടോമാറ്റിക്കലി വേറെ ഒരു സ്ക്രീൻ കയറി വരും. അതിനകത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ ഇന്ത്യൻ ആണോ പുറത്താണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റെസിഡന്റ് എന്ന് കൊടുക്കുക. ദെൻ ഡിഡക്റ്റീഡ് സ്റ്റാറ്റസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അസോസിയേറ്റ് പേഴ്സൺ, ഇതൊക്കെ നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് ലോയ്ക്കകത്ത്. അപ്പൊ അസോസിയേഷൻ ഓഫ് പേഴ്സൺ കൊടുക്കുന്നു. ദെൻ ആപ്ലിക്കബിൾ ഡേറ്റ്, എന്ന് മുതലുള്ള TDS ആണ് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത്, അതിന്റെ സർചാർജ് എത്രയാണ്, സെസ് റേറ്റ് എത്രയാണ്, അതിന്റെ ഒരു പെർസെൻറ്റേജുകളാണ്, ടാക്സിന്റെ പെർസെൻറ്റേജുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഏതൊക്കെയാ പറഞ്ഞത്? ഇപ്പം F11 അകത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് രണ്ടു കാര്യം ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ടാൻ നമ്പർ കൊടുക്കാനുണ്ട്, അക്കൗണ്ട് നമ്പർ കൊടുക്കാനുണ്ട്. ദെൻ F12 കോൺഫിഗറേഷൻ അകത്തും ഷോ ഓൾ ഡിഡക്റ്റഡ് ടൈപ്സും എനേബിൾ സർചാർജ് ആൻഡ് സെസ് ഡീറ്റെയിൽസ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എസ് ആക്കി കൊടുക്കുമ്പം നമുക്ക് സർചാർജസ് ഡീറ്റെയിൽസുകൾ കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു സ്ക്രീൻ കയറി വരും. അതിനകത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് ആയിട്ടും ഡിഡക്റ്റീഡ് സ്റ്റാറ്റസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടും എന്നു മുതലാണോ ഈ TDS ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നും അതിന് ഈടാക്കുന്ന പെർസെൻറ്റേജ്, സർചാർജസ്, സെസ്, ഇതൊക്കെ ടാക്സ് റേറ്റുകളാണ്. അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് TDS നേച്ചർ ഓഫ് പേയ്മെന്റ് ആണ്. ടു ക്രിയേറ്റ് TDS നേച്ചർ ഓഫ് പേയ്മെന്റ്. അതിനകത്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത്, സ്റ്റാറ്റ്യൂട്ടറി ഇൻഫോയ്ക്കകത്ത്, അതൊന്നുകൂടെ പറയാം, ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, അതിനകത്ത് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് TDS നേച്ചർ ഓഫ് പേയ്മെന്റ്സ് കിടപ്പുണ്ട്. അവിടെ വേണം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ,
അതിനകത്ത് നമുക്ക് എന്തെങ്കിലും TDS ഒക്കെ ആയിട്ട് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ Ctrl+C ആണ് അവിടെ പ്രസ് ചെയ്യുക. എന്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പർ എന്തെങ്കിലും വേണമെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുവാണ്. TDS നേച്ചർ ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന്റെ TDS ആണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പൊ ആ നേച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ വരും. അത് നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന F11-നകത്തും F12-നകത്തുള്ള ഈ പറഞ്ഞ ഓപ്ഷൻസുകൾ എസ് ആക്കി കൊടുക്കുമ്പോഴാണ് ഈ TDS നേച്ചർ ഓഫ് പേയ്മെന്റ് ഇവിടെ ആക്റ്റീവായിട്ട് മാറുക. ഈ TDS നേച്ചർ ഓഫ് പേയ്മെന്റ് ആക്റ്റീവായിട്ട് മാറിക്കഴിയുമ്പം നമ്മൾ അത് എടുക്കുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയില് അക്കൗണ്ട്സ് ഇൻഫോയില് സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ അകത്ത് പോയി TDS നേച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് കൊടുക്കണം. ദെൻ സെലക്ട് ഫീ ഫോർ പ്രൊഫഷണൽ സർവീസുകൾ. അതിനകത്ത് കുറെ സെക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 104J പ്രകാരം പാൻ നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇൻഡിവിജ്വലിന് 5% റേറ്റ് ആണ്. ഡിഡക്റ്റഡ് ടൈപ്സ് വിത്ത് പാൻ നമ്പറോട് കൂടിയുള്ള ഡിഡക്ഷൻ ആണ് 5% അവിടെ. ദെൻ അക്സെപ്റ്റ്. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇതിനകത്ത് എടുത്ത് പറഞ്ഞില്ലെങ്കിലും അതൊരു നോർമൽ റേറ്റ് പെർസെൻറ്റേജ് ആണ് 5%. അത് ഓൾറെഡി ചിലപ്പം കാണും അതിനകത്ത്. ഇല്ലെങ്കിൽ നമ്മളൊരു 5% അടിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മൾ എത്ര ശതമാനമാണ് അവിടെ ടാക്സ് ആയിട്ട് പിടിക്കേണ്ടതെന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പ്രൊഫഷണൽ സർവീസിനാണ് അവിടെ സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ജോബ് ഏത് ടൈപ്പിലാണ് ആ നേച്ചറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആർക്കെങ്കിലും സാലറി കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ TDS കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഏത് ടൈപ്പ് ഫീ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, എന്ത് കൊടുക്കുന്നതിനാണ് TDS പിടിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നത്. അതിപ്പോൾ ഏതൊരു ക്വസ്റ്റിനകത്ത് പ്രൊഫഷണൽ സർവീസ് ചെയ്തതിന് അയാൾക്ക് കൊടുത്ത സാലറിയിൽ നിന്നും 50,000 രൂപ സാലറി കൊടുത്തു, അതിൽ നിന്നാണ് TDS പിടിക്കുന്നതെന്ന് പറയുന്നു. ദെൻ അത് ഏത് പ്രകാരമാണ് സെക്ഷൻ 1. ഇത് ചെയ്യാൻ വേണ്ടി വരത്തില്ല കേട്ടോ മക്കളെ. TDS സാധാരണ പ്രാക്ടിക്കലിന് അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷെ തിയറിക്ക് ചോദിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം നന്നായിട്ട്. സെക്ഷൻ 194J വിത്ത് പാൻ നമ്പർ, ഇൻഡിവിജ്വൽസ് ഓർ HUF അവിടെ 5%. റേറ്റ് ഫോർ അതർ ഡിഡക്റ്റീവ് ടൈപ്പ് വിത്ത് പാൻ 5%. ദെൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഡയലോഗ് ബോക്സുകൾ കയറി വരുന്നതാണ്. അതിനകത്ത് സെക്ഷൻ ഏതാണെന്നും പാൻ നമ്പർ റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് HUFൻ്റെയും 5% ആണെന്നും റേറ്റ് ഫോർ അതർ ഡിഡക്റ്റീവ് ടൈപ്പ് വിത്ത് പാൻ ആണെങ്കിൽ, അതായത് HUF-ഉം ഇൻഡിവിജ്വലും അല്ലാത്ത വേറെ ഏതെങ്കിലും ഡിഡക്റ്റീയുടെ ആണെങ്കിലും 5% തന്നെയാണ് നമ്മൾ ഈടാക്കുന്ന ടാക്സ്. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ TDS-ഉമായി ബന്ധപ്പെട്ട് മെയിൻ ഒരു ഏരിയ കഴിഞ്ഞു. നമ്മൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് ആണ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലെജർ ക്രിയേഷൻ ആണ്. ലെജർ ക്രിയേഷനകത്ത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെജർ സിംഗിൾ ക്രിയേറ്റ് ചെയ്യണം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫർമേഷനകത്ത് ലെജർ സിംഗിൾ ക്രിയേറ്റ്. അതിനകത്ത് നമുക്ക് ഇവിടെ ഇപ്പം നെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെജർ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൺസൾട്ടേഷൻ ഫീ എന്ന് കൊടുത്തു. അതിനകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കി കൊടുത്തു. TDS ആപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് ലെജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും. നമ്മളത് TDS ഇത്രയും നാൾ നമ്മൾ ചെയ്തപ്പം TDS-ന്റെ ഓപ്ഷൻ F11-നകത്തും F12-നകത്തും എസ് ആക്കി കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ വന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ആക്കി കൊടുത്തുകൊണ്ട് ലെജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസൾട്ടേഷൻ ഫീ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. അണ്ടർ ദെൻ TDS ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ യെസ് കൊടുക്കുക. ദെൻ നേച്ചർ ഓഫ് പേയ്മെന്റ് അവിടെ ചോദിക്കും. നേച്ചർ ഓഫ് പേയ്മെന്റ് ആണ് നമ്മൾ കുറച്ചു മുമ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത നേച്ചർ ഓഫ് പേയ്മെന്റുകളെല്ലാം അവിടെ വരും. നമ്മൾ ഏതാ ക്രിയേറ്റ് ചെയ്തത്? ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ്. അതവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കുക. ദെൻ അടുത്ത ഒരു ലെജർ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ടെക്നോ കൺസൾട്ടൻസി. നമ്മൾ ടെക്നോ കൺസൾട്ടൻസിയുടെ 50,000 രൂപ കൺസൾട്ടേഷൻ ഫീ ആയിട്ട് കൊടുത്തു. അതിന് TDS ഈടാക്കിയെന്നായിരുന്നു ക്വസ്റ്റിനകത്ത്. അപ്പോൾ ടെക്നോ കൺസൾട്ടൻസി എന്ന് കൊടുക്കുന്നു. അയാളെ നമ്മൾ സൺട്രി ക്രെഡിറ്റർ ആയിട്ട് എഴുതുന്നു. ദെൻ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എസ് ആക്കി അത് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ദെൻ TDS ഡിഡക്റ്റബിൾ എസ് ആക്കി കൊടുക്കണം. മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഡിഡക്റ്റഡ് ടൈപ്പ്, അസോസിയേഷൻ ഓഫ് പേഴ്സണും ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ ക്രിയേഷനിലേക്ക് വരുമ്പോഴും TDS ആപ്ലിക്കബിൾ ആണോ എന്ന് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതും എസ് ആക്കി കൊടുക്കുക.
ദെൻ മൂന്നാമത്തേത് TDS എന്ന് പറഞ്ഞു കൊടുക്കുക. TDS എന്ന് പറയുന്നത് ഡ്യൂട്ടി ആൻഡ് ടാക്സ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിനകത്ത് നമ്മളൊരു ജേണൽ എൻട്രി ചെയ്യാനുണ്ട്. ഒരു 50,000 രൂപ ഒരാൾക്ക് കൺസൾട്ടേഷൻ ഫീ ആയിട്ട് കൊടുത്തു. ആര് കൊടുക്കുന്നു, ആർക്ക് കിട്ടുന്നു, എന്താണ് കൊടുത്തത്, ഈ പറയുന്നതിനെല്ലാം നമ്മൾ ലെജർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കൺസൾട്ടേഷൻ ഫീ ആയിട്ടാണ് കൊടുത്തത്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടെക്നോ കൺസൾട്ടൻസി ആണ് കൊടുക്കുന്നത്, അയാൾ സെൻട്രൽ ക്രെഡിറ്റർ ആക്കി നമ്മൾ ഇട്ടു. ദെൻ TDS ടാക്സ് അതിനകത്ത് നിന്ന് പിടിക്കുന്നുണ്ട്. സോ TDS ഡ്യൂട്ടി ആൻഡ് ടാക്സും അതിനകത്തും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി TDS ആക്കി കൊടുത്തു. ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ് തന്നെ അതിനകത്തും കൊടുക്കുന്നു. ദെൻ നെയിം ഓർണം കൂടി കൊടുക്കാനുണ്ട്. SBI ബാങ്ക് കൊടുക്കാനുണ്ട്. ദെൻ അണ്ടർ അത് ബാങ്ക് അക്കൗണ്ട് ആണ്, വേറെ ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ലെജർ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൗച്ചർ ക്രിയേഷൻ ആണ്. വൗച്ചർ ക്രിയേഷനകത്തേക്ക് പോകുമ്പം 1/4/2020 F7 ജേണലിനകത്ത് കൺസൾട്ടേഷൻ ഫീ അക്കൗണ്ട് ഡെപ്റ്റർ ടു ടെക്നോ കൺസൾട്ടൻസി എന്നും ടു TDS എന്നും ജേണലിനകത്ത് വേണം നമ്മളവിടെ എൻ്റർ ചെയ്യാനായിട്ട്. കാരണം ഇത് പർച്ചേസ് ചെയ്യോ, സെയിൽ ചെയ്യോ, അല്ലെങ്കിൽ റെസിപ്റ്റ് ചെയ്യോ, പേയ്മെന്റ് ചെയ്യോ എന്നല്ല, കൺസൾട്ടേഷൻ ഫീ ടെക്നോ കൺസൾട്ടൻസിക്ക് കൊടുത്തു എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ആദ്യമേ അത് നമ്മൾ ജേണലിനകത്ത് എൻ്റർ ചെയ്യണം. ദെൻ ആ സാധനം അതിനകത്ത് നമ്മൾ ടെക്നോ കൺസൾട്ടൻസി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ താഴെ പറയുന്ന TDSന്റെ റേറ്റ് ഒക്കെ വന്നിരിക്കുന്ന കണ്ടായിരുന്നു, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ 50,000 ആണ് കൺസൾട്ടേഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു TDS ഒക്കെ 5% ഒക്കെ പിടിക്കണ്ടേന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു പെർസെൻറ്റേജ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ടാലിയിൽ തന്നെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എമൗണ്ടുകൾ വന്നോളും. നമ്മൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകണം. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എമൗണ്ട് എത്രയാണ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ദെൻ അത് F5 പേയ്മെന്റിനകത്ത് ഇവർക്ക് TDS പിടിച്ചതിന് ശേഷം അവരുടെ ബാങ്കിലോട്ട് പൈസ ഇട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കണം. ടെക്നോ കൺസൾട്ടൻസി ഡെപ്റ്റർ ടു SBI എന്ന് പറഞ്ഞ്. ദെൻ F5 പേയ്മെന്റ് TDS ബാങ്കിലോട്ട് കൊടുത്തു. അതിൽ TDS എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്നത് ടാക്സ് ആണ്. അപ്പൊ TDS അക്കൗണ്ട് ഡെപ്റ്റർ ടു SBI എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോകുന്ന കാര്യം തന്നെ. 50,000 രൂപയും കൊടുക്കണം. അത് കുറച്ച് എംപ്ലോയിക്കും കുറച്ച് ടാക്സ് ആയിട്ടും പേ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് ഇപ്പൊ 3 ജേണൽ എൻട്രിയാണ് വരുന്നത്, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇപ്പൊ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ ക്വസ്റ്റ്യൻ എത്തോരം ഉണ്ടായിരുന്നുള്ളൂ. അസ്യൂം ദാറ്റ് എ ഫീ ഓഫ് 50,000 ഈസ് പേയബിൾ ടു ടെക്നോ കൺസൾട്ടൻസി ലിമിറ്റഡ് 1/4/2020 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് TDS. ഇത്രയും മാത്രമേ ക്വസ്റ്റിനകത്തുള്ളൂ. അപ്പൊ ഒരാൾക്ക് അയാൾ എന്തോ സേവനം ചെയ്തു, അതിന് 80,000 രൂപ കൊടുക്കുവാണ്. ആ 50,000 രൂപയിൽ നിന്ന് TDS പിടിക്കുന്നുണ്ട്. ഇത്രയും ഈ ക്വസ്റ്റ്യനകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ഇവിടെ 3 ജേണൽസ് ഇവിടെ പാസ്സാക്കാനുണ്ട്. അതിൽ ആദ്യമേ തന്നെ കൺസൾട്ടേഷൻ ഫീ അക്കൗണ്ട് ഡെപ്റ്റ് ടു ടെക്നോ കൺസൾട്ടൻസി ടു TDS എന്ന് പറഞ്ഞ ജേണലിലാണ് ചെയ്യാൻ പോവുക. ദെൻ F5 പേയ്മെന്റിനകത്ത് ടെക്നോ കൺസൾട്ടൻസിക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കണം. അതുപോലെ തന്നെ F5 പേയ്മെന്റിനകത്ത് ബാങ്കിലോട്ട് ഇട്ട് എന്ത് കൊടുക്കണം, TDS ടാക്സ് പേയ്മെന്റ് നടത്തുന്നതായിട്ട് നമ്മൾ വേറെ 2 എൻട്രി കൂടെ കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 3 ജേണൽ എൻട്രീസിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അതിന്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഡിസ്പ്ലേക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് TDS റിപ്പോർട്ട് ആ സ്റ്റെപ്പ് ഓർത്തിരുന്നോണം. ഡിസ്പ്ലേക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്താണ് TDS റിപ്പോർട്ട് കിടക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്താണ് TDS റിപ്പോർട്ട് കിടക്കുക. അപ്പൊ നിങ്ങൾക്ക് 5th സെമ്മിലെ പരീക്ഷ, അതായത് തിയറി എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതും CPAT-നകത്ത് മിക്കപ്പോഴും തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടാലിയിൽ TDS ഇൻ ടാലി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് TDS എന്താണെന്ന് ആദ്യം എഴുതണം. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. സെർട്ടിൻ ഇൻകത്തിന് ഇൻകം കൊടുക്കുന്നതിന് മുമ്പേ അവർക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടുകളെ ഇൻകമായിട്ട് കിട്ടാറുള്ളൂ. അത് മെയിൻലി 50,000 എബവ് ഉള്ളതിനാണ് അങ്ങനെ ഡിഡക്റ്റ് ചെയ്യാറുള്ളത്. ദെൻ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സ്റ്റെപ്പ് 1 ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റെപ്പ് 2 F11-നകത്ത് 2 കാര്യം എസ് ആക്കി കൊടുക്കാനുണ്ട്. F12-നകത്തും 2 കാര്യം എസ് ആക്കി കൊടുക്കാനുണ്ട്. എന്തിന്, TDS ആക്ടിവേറ്റ് ആകണമെങ്കിൽ. ദെൻ F12-നകത്തൊക്കെ കൊടുക്കുമ്പോഴും F11-നകത്ത് കൊടുക്കുമ്പോഴും ഒക്കെ ടാൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും
ചാർജസും അതിന്റെ സർചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കാനുണ്ടെന്നൊക്കെ എഴുതണം. ദെൻ എന്താണ് TDS നേച്ചർ ഓഫ് പേയ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്, TDSുമായി ബന്ധപ്പെട്ടതാണ്. ഗേറ്റ്വേ ഓഫ് ടാലിയില് അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷനകത്ത് TDS നേച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മള് ലെജർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെജറിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു ലെജറുകൾ ക്രിയേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ലെജർ ക്രിയേഷൻ ആണ്. ആ ലെജർ ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് TDS ആപ്ലിക്കബിൾ ആണോ എന്ന് ഓരോ ലെജറിനകത്ത് ചോദിക്കും. അവിടെ നമ്മൾ അത് എസ് ആക്കി കൊടുക്കണം. അതുപോലെ നേച്ചർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന കാര്യവും നമ്മളോട് അവിടെ ചോദിക്കും. അത് നമ്മൾ ഏത് നേച്ചർ ഓഫ് പേയ്മെന്റ് ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതവിടെ സെലക്ട് ആക്കി കൊടുക്കണം. അങ്ങനെ വേണം എക്സാമിന് എഴുതാൻ. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ലെജർ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങളോട് അസ്യൂം ചെയ്തുകൊണ്ട് ഒരെണ്ണം ചെയ്യാൻ പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വേണം നിങ്ങൾക്ക് ചെയ്യാം. 50,000 രൂപ കൊടുത്തു, അതിന് TDS ഈടാക്കണം, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. അല്ലാതെ അസ്യൂം ചെയ്യാതെ ജസ്റ്റ് പ്രൊസീജിയർ മാത്രം ചോദിച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ലെജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ആദ്യം നെയിമും അണ്ടറും കൊടുത്തതിന് ശേഷം TDS ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എസ് ആക്കി കൊടുക്കണം. നേച്ചർ ഓഫ് പേയ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഏതാണോ അത് അവിടെ സെലക്ട് ആക്കിയും കൊടുക്കണം എന്നുള്ള കാര്യം. ദെൻ വൗച്ചർ ക്രിയേഷൻ ആണ്. വൗച്ചർ ക്രിയേഷനകത്ത് വരുമ്പോൾ നമ്മൾ F7 ജേണലിനകത്താണ് ഇതേപോലുള്ള ഫീയും TDSും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതിനുശേഷം അത് പേയ്മെന്റ് കൊടുക്കുന്നതായിട്ടുള്ള വൗച്ചറും കൂടെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ടാക്സ് TDSന്റെ എമൗണ്ട് ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. ഈ TDS ബാങ്കിലോട്ട് പേ ചെയ്യുന്നതായിട്ടുള്ള വൗച്ചറും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് റിപ്പോർട്ട് കാണാൻ സാധിക്കും. റിപ്പോർട്ട് എടുക്കുന്ന എവിടെ നിന്നാണ്? ഡിസ്പ്ലേയില് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്തുനിന്ന് TDS റിപ്പോർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് TDS ഇൻ ടാലിക്കകത്ത് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ അടുത്ത ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് വരുമ്പം നിങ്ങളെ ചെയ്യിപ്പിക്കാം. നമ്മൾ തുടക്കം മുതലേ നമ്മൾ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇനി പ്രാക്ടിക്കൽ എടുത്ത് വന്ന് സമയം കളയേണ്ടെന്ന് കരുതി. അപ്പം നിങ്ങൾ ഇതിന്റെ സ്റ്റെപ്പ് നന്നായിട്ട് കാണാതെ പഠിച്ചോണം. ഓക്കെ, ദെൻ ഇതിനകത്ത് TDS ഇൻ ടാലി ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. GSTക്ക് മുമ്പായിട്ട് ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. TDSന് ശേഷം അത് TCS ആണ് കേട്ടോ. അതെ, TCS ആണ്. TCS ഇപ്പൊ നമ്മൾ പറഞ്ഞ TDS ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന്റെ പ്രോബ്ലം ഒന്നും ചെയ്യാനുള്ള ജസ്റ്റ് എ പാർട്ടിലൊക്കെ ജസ്റ്റ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് TCS? TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDSും ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCSും ആണ്. TCS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകം ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം TDS. In the case of TCS, the seller of certain items should collect tax from the buyer at prescribed rate and remit to the government the items given below. താഴെ ഒരു കുറച്ച് ഐറ്റംസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഐറ്റംസുകൾ സെല്ലർ ബയർ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് സെയിൽസുകൾ നടത്തുമ്പം സെല്ലർ certain ഐറ്റംസിന് ബയറിന്റെ കയ്യിൽ നിന്ന് certain റേറ്റ് പെർസെൻറ്റേജ് കളക്ട് ചെയ്യും. അത് എന്നിട്ട് ഗവൺമെന്റിലോട്ട് റെമിറ്റ് ചെയ്യും, അതായത് പേ ചെയ്യും. അങ്ങനെയാണ് ചില സാധനങ്ങളുടെ ബൈങ് ആൻഡ് സെല്ലിങ് നടത്തുമ്പോൾ സെല്ലറ് ബയറിന്റെ കയ്യിൽ നിന്ന് ഈ TCS എന്ന് പറയുന്ന ടാക്സ് പിരിച്ചെടുക്കുകയും അത് ഗവൺമെന്റിലോട്ട് റെമിറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഐറ്റംസ് ഒന്ന് പറയാം. TCS ഈടാക്കുന്ന ഐറ്റംസ്, ആ പോയിന്റാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് ആൽക്കഹോളിക്, രണ്ട് തെൻഡുൽ ലീവ്സ്, ദെൻ ടിംബർ ഒബ്റ്റൈൻഡ് ഫ്രം ഫോറസ്റ്റ്, ഈ തടിയൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോഴും അല്ലെങ്കിൽ മൈനിങ്, ക്വാറിങ്, ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ ഏതാണെങ്കിലും അതൊക്കെ വെട്ടി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും, ദെൻ ടോൾ പാസ് ഒക്കെ കൊടുത്തിട്ടില്ലേ നിങ്ങൾ? വണ്ടിയൊക്കെ പോയിക്കൊണ്ട് യാത്ര ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് സെല്ലറ് ബയറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിലോട്ട്
അടയ്ക്കുവാണ്. അതാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും ഒരു വ്യക്തി, എന്നിട്ട് അത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്നു. അപ്പൊ ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ തെൻഡു ലീവ്സ് ടിംബർ ഒബ്റ്റൈൻഡ് ഫ്രം ഫോറസ്റ്റ്, ടിംബർ ഒബ്റ്റൈൻഡ് ബൈ എനി അതർ മെത്തേഡ്, എനി അതർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, മൈനിങ് ആൻഡ് ക്വാറിങ്, പേഴ്സൺസ് ഓപ്പറേറ്റിംഗ് ടോൾ പാസ്. ഇത്രയും കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് TCS ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്.